വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ഫന്താവർ. അയോധ്യയിലെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ബാബരി മസ്ജിദ് എന്നൊരു ഭവനം, ഒരു പള്ളി പൊളിച്ചു കളഞ്ഞിട്ടാണ് അവിടെ ഒരു രാമക്ഷേത്രം നിർമ്മിക്കുന്നത്. ആ രാമക്ഷേത്രത്തിൻ്റെ ഈ പ്രതിഷ്ഠ ഉദ്ഘാടനമാണ് 22-ാം തീയതി. രാജ്യം മുഴുവനും ഭയങ്കര ആഘോഷങ്ങളൊക്കെയാണ്. ആ ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നത് പള്ളി നിന്നിരുന്ന വഖഫ് സ്ഥലത്ത് നിന്ന് മാറി ഒരു 3.5 കിലോമീറ്റർ അപ്പുറത്താണ് ഈ ക്ഷേത്രം നിർമ്മിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ളൊരു പ്രചാരണം. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു മുസ്ലിം മതപണ്ഡിതനായ ഫസൽ അഹമ്മദ് എന്ന് പേരൊരു മുസ്ലിം പണ്ഡിതൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഇങ്ങനെ യഥാർത്ഥത്തിൽ ആ ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നത് പള്ളി നിൽക്കുന്ന സ്ഥലത്തല്ല, മറിച്ച് ഒരു 3.5 കിലോമീറ്റർ അപ്പുറത്താണ്. അതേപോലെ ശിവസേനയുടെ നേതാവ് ട്വീറ്റ് ചെയ്തൊരു ചോദ്യമുണ്ട്. ഈ പള്ളി ഉള്ള സ്ഥലത്ത് നിന്ന് 3.5 കിലോമീറ്റർ അപ്പുറത്താണ് രാമക്ഷേത്രം നിർമ്മിക്കുന്നത്. പിന്നെ എന്തിനാണ് മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിൽ തെറ്റിച്ച് കലാപങ്ങൾ ഉണ്ടാക്കിയത്? അവിടെ ആ ഒരു പള്ളിയുടെ മിഹ്റാബിന് അടിയിലാണ് രാമന്റെ ജന്മമെന്നും അവിടെ നിന്ന് ഒരു വിഗ്രഹം കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ സത്യത്തിൽ ഈ രീതിയിലൊക്കെ ഈ പരസ്പരം മതങ്ങളെ തമ്മിൽ തെറ്റിച്ച് എന്തിനാണ് പള്ളി നിന്നിരുന്ന സ്ഥലത്തിൻ്റെ 3.5 കിലോമീറ്റർ അപ്പുറത്താണ് ക്ഷേത്രം നിർമ്മിക്കുന്നത് എന്നൊക്കെയാണ് സഞ്ജയ് റാവത്ത് പറഞ്ഞിരുന്നത്. അതിനെ ഏറ്റുപിടിച്ച് ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയ ഒരു കാര്യമാണ് പള്ളി നിന്നിരുന്ന വഖഫ് സ്ഥലത്തിൽ നിന്ന് മാറി 3.5 കിലോമീറ്റർ അപ്പുറത്താണ് ക്ഷേത്രം നിർമ്മിക്കുന്നത്. അതുകൊണ്ട് മുസ്ലിമുകൾ ഒരിക്കലും വേദനിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതാണ്. അത് ഏറ്റുപിടിക്കുകയായിരുന്നു ഈ ഫസൽ അഹമ്മദ് എന്ന് പേരുള്ള ഈ ഒരു മുസ്ലിം മത പണ്ഡിതനും. അപ്പോൾ ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് ആൾട്ട് ന്യൂസ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് പള്ളി നിന്നിരുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ഈ ക്ഷേത്ര നിർമ്മാണം നടന്നിട്ടുള്ളത്. ഈ ട്വിറ്ററിൽ പലയാതി വ്യാജ പ്രചരണങ്ങളുണ്ട്. ഇതിൻ്റെ രേഖാചിത്രങ്ങളൊക്കെ വെച്ചിട്ട് പള്ളി നിന്നിരുന്നത് ഇവിടെ, ക്ഷേത്രം നിർമ്മിക്കുന്നത് 3.5 കിലോമീറ്റർ അപ്പുറത്ത്. ഇതൊക്കെ വ്യാജ കാര്യങ്ങളാണ്. കാരണം എന്തിനും വ്യാജ വാർത്തകൾ ഉണ്ടാക്കിയിട്ട് നാട്ടിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കുറേ എന്താ പറയുക തീവ്ര സ്വഭാവമുള്ള ആളുകളുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, 16-ാം നൂറ്റാണ്ടിൽ ബാബരി മസ്ജിദിൻ്റെ എന്താ പറയുക അതിൻ്റെ സഹായിയായിരുന്ന ആളാണ് ഈ ഒരു പള്ളിയൊക്കെ നിർമ്മിക്കുന്നത്. അത് ഏതായാലും ക്ഷേത്രങ്ങൾ തകർത്തിട്ടാണെന്നുള്ളത് ഒരു ചരിത്രപരമായ രേഖകളുമില്ല. പിന്നെ ഉത്ഖനനത്തിൽ ക്ഷേത്രാവശിഷ്ടങ്ങൾ കണ്ടെത്തി എന്ന് പറയുന്നതും സ്ഥിരീകരിച്ചിട്ടില്ല. അവിടെ നിന്ന് ഏതായാലും ചില ബുദ്ധ വിഗ്രഹങ്ങൾ കണ്ടെത്തിയിരുന്നു, അതിൻ്റെ പാർട്സുകൾ കിട്ടിയിരുന്നു. ഏതായാലും അങ്ങനെ ഒരു ക്ഷേത്രം തകർത്ത ഭാഗത്ത്, കാരണം അയോധ്യ ഒരു ബുദ്ധ കേന്ദ്രമായിരുന്നു എന്നുള്ളതാണ് ശരിയായ വസ്തുത. ഇനി അവിടെ രാമന്റെ ജന്മം നടന്നോട്ടെ, അതൊക്കെ കോടതി 2019 കോടതിയുടെ വിധി വന്നു. അതേപോലെ 2020 ക്ഷേത്ര നിർമ്മാണം തുടങ്ങി. 2019 വിധി സുപ്രീം കോടതി വിധിച്ചത് കൊണ്ട് ഇനി അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ആ സ്ഥലം ക്ഷേത്രത്തിന് വിട്ടുകൊടുത്തു. അങ്ങനെയായിരുന്നു വിധി വന്നത്. മറ്റിടത്ത് പള്ളിക്ക് നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്തേക്കാൾ വളരെ വലിയൊരു സ്ഥലത്ത് പള്ളി നിർമ്മിക്കാനുള്ള അനുമതിയും കൊടുത്തു. അതും UP ഗവൺമെൻറ് വിട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ ചൊല്ലിയിട്ട് ഇതിൻ്റെ ഒരു ആഘോഷമുണ്ട്. എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയ കാര്യം, നമ്മൾ വളരെ മതേതരത്വം പറയുന്ന എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളടക്കം അയോധ്യയിൽ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ അവരൊക്കെ വളരെ ആവേശത്തിലാണ്. കാരണം അവരുടെ മതത്തിൻ്റെ നേതാവിൻ്റെ ഒരു ക്ഷേത്രമാണ്. അവർ പറഞ്ഞു അയോധ്യയിലേക്ക് ഞങ്ങൾ അങ്ങനെ പോകും, ഞങ്ങൾ ടൂറ് പോകും. അത് അവർ ഒരിക്കലും ഓർക്കുന്നില്ല. ഒരു പള്ളി നിർമ്മിച്ചിടത്താണ് ഇത് നിർമ്മിക്കുന്നത്. അതുകൊണ്ടാണ് ചിത്ര എന്ന് പേരുള്ള കേരളത്തിൻ്റെ സ്വന്തം വാനമ്പാടി ഈ ഒരു ക്ഷേത്ര നിർമ്മാണത്തിന് എല്ലാ വീടുകളിലും ദീപം തെളിയിക്കണം എന്ന് പറഞ്ഞുള്ള ഒരു വീഡിയോ ഒക്കെ ഇതിൻ്റെ വ്യാപക സൈബർ ആക്രമണങ്ങളൊക്കെ ഉണ്ടായി. കാരണം പള്ളി നിർമ്മിച്ചിടത്തുനിന്ന് പള്ളി തകർത്തിട്ടാണ് ക്ഷേത്രമുള്ളത് എന്നുള്ളത് നമ്മൾ സ്വമേധയിൽ മറന്നു. അവിടെ ഒരു രാമന്റെ വിഗ്രഹം സ്വയം പൂജാതനായി എന്നൊക്കെ ആയിരുന്നു പ്രചരണം. ആ പ്രചരണങ്ങളൊക്കെ വ്യാജമാണെന്നുള്ളത് പിന്നീട് അത് വെച്ചവൻ തന്നെ വെളിപ്പെടുത്തേണ്ടായിരുന്നു. പള്ളിക്കകത്ത് രാമവിഗ്രഹങ്ങൾ കൊണ്ടുവച്ച പുരോഹിതരിൽ ഒരാൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. महंत राम सुभग दास जी महाराज शास्त्री अखिल भारतीय रामानंद संप्रदाय के प्रधानमंत्री, ये प्राइवेट महंत भी हैं और उस ट्रस्ट के सर्वाधिकारी हैं। 23 दिसंबर 1949 ईस्वी 23 दिसंबर 1949 ईस्वी में आपने श्री राम लला जी का प्राकट उत्सव किया था और वहाँ बाबरी मस्जिद में भगवान का अवतार हुआ था आपके द्वारा। आपके ऊपर भी कोई ऑर्गेनाइजर था? उस नियुक्ति में प्रधान नैयर साहब थे, के नैयर, जो यहाँ के DM थे। और 1949 से लगातार प्रतिमा रखी गई है, तब से नहीं हटाई गई अभी तक। तो आपने रखी थी? महंत राम सुभग दास जी शास्त्री जी जो आप सामने में है, आपने ही रखी थी। आज हमारे और भी सहयोगी थे, केवल मैं नहीं था। तो मूर्ति रखने का काम आपको कैसे, उसके बारे में आपने कैसे सोचा? तो स्वप्न रूप हुआ, तो स्वप्न को साकार किया मूर्ति रख के।
स्वप्न केवल इन्हीं को नहीं आया, अभराम दास के मन में भी आया और महंत दिग्विजय नाथ के मन में भी आया, महंत राम सुभग दास जी के मन में भी आया। प्रधान पुजारी उस समय मूर्ति रखने वाले यही आप हैं, महंत राम सुभग दास जी शास्त्री, जो इस समय अयोध्या के सबसे वयोवृद्ध। आम जनता तो ये नहीं जानती है कि मूर्तियां इन्होंने ही रखवाई थी। नहीं, रिकॉर्ड में है, गवर्नमेंट ने आपके नाम से वारंट जारी किया था। वो वारंट का नकल मैं इस समय आपको मौजूद में दिखा सकता हूँ आपको। तो जेल से कैसे निकला? जेल से फिर वो जमानत पर रिहा हुए, मुकदमे चले और मुकदमे से आप फिर बरी हो गए। नैयर साहब ने निर्णय दिया कि जब तक इस केस का फैसला न हो तब तक ये सब बरी कर दिए जाए। मेरा जो प्रारंभिक काम था कि भगवान राम उसमें स्थापित हों, इस सिद्धांत लेकर जितना काम करना था मैं किया। अभी बोलने पे मुझे गवर्नमेंट बंद भी कर सकती है इसलिए मैं बोलता हूँ नहीं। പഴയ പള്ളിയിലെ വൃദ്ധനായ ഇമാമും അദ്ദേഹത്തിന്റെ മകനും ആ സംഭവം ഓർക്കുന്നു. सन 49 की रात में जब मेरे फादर हाजी अब्दुल गफ्फार साहब ईशा की नमाज़ पढ़ने के लिए गए थे, तो उस वक्त नमाज़ पढ़ा के घर जब वापस आए तो सुबह फजर की दूसरे सुबह जुमे के दिन फजर की नमाज़ पढ़ाने इनको जाना था। फिर तो उतनी में मौज़न रात में आया, जो वहाँ मस्जिद में रहता था, सफाई करने वाला, झाड़ू देने वाला। उसने बतलाया कि हमारे यहाँ मस्जिद के अंदर तो मूर्ति रख दिया है बैरागियों ने। तो इन्होंने कहा कि अच्छा ठीक है, हम चल रहे हैं वहाँ, ऐसा कैसे हो सकता है। जब वहाँ आए तो डीएम ने वादा किया कि आप इस जुमे की नमाज़ कहीं अलग पढ़ लीजिए और उसके बाद में हम 2-4 जुमे में इसका फ़ैसला करके आपके हवाले कर देंगे, फिर आप इस पर नमाज़ पढ़िएगा। तो ये उसी जुमे का इंतज़ार आज तक कर रहे हैं। आपकी उम्र? हाँ, आपकी उम्र कितनी है? 84 वर्ष। हमारा कारोबार सारा लकड़ी का सप्लाई करने का जो है मंदिरों से ही है, मंदिर में हम लकड़ी बेचते हैं। हमारे यहाँ के डिप्टी कमिश्नर साहब, जिनका नाम है नैयर, इन्होंने उसमें बूथ रखा दिया रात को, और जब सुबह की नमाज पढ़ने गए लोग तो वहाँ नहीं जाने दिया। गवर्नमेंट के टमाटर हो गया। आप जानते थे किसी को जो वहाँ सुबह नमाज पढ़ने? अरे वो उसमें तैनात हैं, मुकर्रर थे। अजान देने वाला अलग और नमाज पढ़ाने वाला एक खास आदमी होता है जिसको पेशिमाम कहा जाता है। आप कभी गए नमाज पढ़ने? हाँ गए। और आज तक आप लोग अभी यही नहीं समझ सके, अब क्या समझने आए हैं? अब तो ये मामला बहुत पकड़ गया ना अब तो साहब। अब जेर गौर है वहाँ अदालत में, दुनिया खलफशार हो गया, खुदा मालूम कितने लोग नजर आतश हो गए, कितने लोग मौत के घाट पहुँच गए। और इसके बाद जनाब आज आप आते हैं उसके लिए जांच के लिए। हम लोग उसी के सहारे हैं कि क्या फैसला होता है। अब तो हमारी बात जो पहुँचे कर रहा पहुँच गई, अब हमारी बात क्यों पहुँचाने वाला नहीं है और ना हमारी बात में कोनो ताकत है। आज इतनी नफरत पैदा कर दी गई है कि जनाब हमारी सूरत से लोग बेजार हैं। അപ്പോൾ ചുരുക്കത്തിൽ രാജ്യം മുഴുവനും 22-ാം തീയതി അവധി കൊടുത്തിട്ട് ഓരോരോ ടീംസും പറയണത് ഞങ്ങൾക്ക് അവധി വേണം, കാരണം രാജ്യം മുഴുവനും ആഘോഷിക്കുകയാണ്. ആയിക്കോട്ടെ, ആഘോഷിക്കട്ടെ, ഒരു മതത്തിൻ്റെ ആഘോഷങ്ങൾ നടക്കട്ടെ. പക്ഷെ നമ്മൾ മറന്നു പോകരുതാത്തൊന്നുണ്ട്, അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ കോടതി ഒരു വിധി പറഞ്ഞാൽ പിന്നെ നമ്മൾ അപ്പുറത്തേക്ക് ചിന്തിക്കണ്ട, നമ്മൾ വൈകാരികമായിട്ട് അതിൽ ഇടപെടുകയും വേണ്ട. കാരണം കോടതി വിധിച്ചതിനനുസരിച്ചിട്ടാണ് അവിടെ ക്ഷേത്രം നിർമ്മിക്കുന്നത്. ആ നിർമ്മിക്കുന്നതിൽ ആ ക്ഷേത്രവുമായിട്ട് വിശ്വാസമുള്ള ആളുകൾ വിശ്വസിക്കട്ടെ, സന്തോഷിക്കട്ടെ. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നീറ്റലില്ലാതെ നിങ്ങൾക്ക് അവിടെ സന്ദർശിക്കാനാവില്ല എന്ന് മാത്രം. അപ്പോൾ ഞാൻ ഈ ഒരു വ്യാജ വാർത്തയുണ്ടാക്കി വിട്ടതാണ് അപ്പോൾ ഞാൻ പറയാൻ കാരണം സുരേഷ് ഗോപിയുടെ മോളുടെ കല്യാണത്തിന് മമ്മൂട്ടിയെ മാത്രം മെറ്റൽ ഡിറ്റക്ടർ വെച്ച് പരിശോധിച്ചു. എനിക്ക് വ്യാജ വാർത്ത വരണ്ടായിരുന്നു, കണ്ടില്ലേ, മുസ്ലിം ആയതുകൊണ്ടാണ്, അറ്റമുറിച്ചവനായതുകൊണ്ടാണ് ഓനെ പരിശോധിച്ചത്, ഓനെ വിശ്വസിക്കാൻ പറ്റില്ല. അതുപോലെ ഈ സംഘികളുടെ സൈബർ ഇടങ്ങളിൽ വ്യാപക പ്രചരണമായിരുന്നു. അവിടെ വരുന്ന സുരേഷ് ഗോപിനെയും സുരേഷ് ഗോപിയുടെ മകനെ അടക്കം മെറ്റൽ ഡിറ്റക്ടർ വെച്ചിട്ട് പരിശോധിച്ചിട്ടാണ് ഉള്ളിലേക്ക് കടത്തിവിടുന്നത്. അതൊരു സുരക്ഷയുടെ ഭാഗമാണ്. അതിനൊക്കെ വ്യാജ പ്രചരണങ്ങൾ നടത്തുക. അപ്പോൾ പള്ളി നിർമ്മിച്ചതിൻ്റെ 3.5 കിലോമീറ്റർ അപ്പുറത്താണ് ഇപ്പോൾ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ള വ്യാജ പ്രചരണം സംഘി കേന്ദ്രങ്ങളിൽ നിന്നാണ് വരുന്നത്. അത് ഏറ്റുപിടിക്കുന്ന കുറേ നിഷ്കുകളുണ്ട്. ഇനി എന്തിനാ പ്രശ്നം ഉണ്ടാക്കണത്? പള്ളി നിന്നിരുന്ന അതേ സ്ഥലത്താണ്
ഈ ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നത്. ആ പള്ളി നില മിഹ്റാബൊക്കെ ഒന്നും ക്ഷേത്ര ഗർഭത്തിൻ്റെ ഉള്ളിലാണുള്ളത്. ഏതായാലും രാജ്യത്തിൻ്റെ സുപ്രീം കോടതി വിധിച്ചൊരു വിധിയാണ്. മറിച്ചതിൽ വേറെ അപ്പീലൊന്നും അവർ അതിൻ്റെ കമ്മിറ്റി അടക്കം പോയിട്ടില്ല. ഇപ്പുറത്ത് പള്ളി നിർമ്മാണത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കാൻ തുടങ്ങി. പള്ളി നിർമ്മാണം അടുത്ത് തന്നെ ആരംഭിക്കും. ഇനി സന്തോഷത്തോട് കൂടിയിട്ട് ഓരോ മതങ്ങളും അവരുടെ ആരാധനാ കേന്ദ്രങ്ങളെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കട്ടെ എന്ന് പറയാനേ നമുക്കാവുള്ളൂ. അപ്പോൾ ഓക്കെ, ഈ ഒരു വ്യാജ ന്യൂസ് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു സ്ഥിരീകരണത്തിന് വേണ്ടി പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാവുന്ന വിഷയങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.